2002 കൊളംബിയയിലെ ഒരു കൽക്കരി ഖനിയിൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരുന്ന ഗവേഷകർക്ക് ഒരു വലിയ അസ്ഥി കഷ്ണം ലഭിക്കുകയുണ്ടായി. അത് പരിശോധിച്ച ശാസ്ത്രജ്ഞർക്ക് ആദ്യം വിശ്വസിക്കാനായില്ല. കാരണം ഒരു ജീവിക്ക് ഇത്രയും വലുതാകാൻ കഴിയുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. 3 മനുഷ്യരെയൊക്കെ ഒരേ സമയം നിഷ്പ്രയാസം വിഴുങ്ങാൻ കെൽപ്പുള്ള ഒരു ഭീമൻ പാമ്പിൻ്റെ ഫോസിലായിരുന്നു അതായിരുന്നു ടൈറ്റനോബോവ. ഭൂമിയിൽ ഇന്ന് വരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പുകളായ ടൈറ്റനോബോവകളുടെ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ടൈറ്റനോബോവയുടെ കഥ തുടങ്ങുന്നത് മുൻപ് പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ പിറ്റ് കൽക്കരി ഖനികളിലൊന്നായ സെറജോണിൻ്റെ ആഴങ്ങളിലാണ്. വടക്കൻ കൊളംബിയയിലെ ലാഗുവാജിറ റീജിയണിലാണ് ഈ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത്. 2000 ആണ്ടിൻ്റെ തുടക്കത്തിൽ ഖനനത്തിലൂടെ പുറത്തുവരുന്ന പാറപ്പടലങ്ങളിൽ ഫോസിലുകളുടെ വലിയ ശേഖരമുണ്ടെന്ന് പാലിയന്റോളജിസ്റ്റുകൾ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ഗവേഷകർ അടങ്ങുന്ന ഒരു ടീം സെറജോണിലേക്കെത്തി ഗവേഷണങ്ങൾ ആരംഭിക്കുകയായിരുന്നു. എപ്പോഴും ഉണ്ടാകാറുള്ളതുപോലെ ഫോസിലുകൾ ആദ്യം കഷ്ണങ്ങളായാണ് ലഭിച്ചത്. അങ്ങനെ വളരെ അസാധാരണമായ ഒന്ന് തൊഴിലാളികളുടെയും ഗവേഷകരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. നട്ടെല്ലിൻ്റെ ഭാഗമായ കശേരുക്കൾ അഥവാ വെർട്ടബ്രെ ആയിരുന്നു അവ. കൂടാതെ അവ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുതായിരുന്നു. ഈ അസ്ഥികൾ വളരെ ശ്രദ്ധയോടെ ശേഖരിക്കുകയും കൂടുതൽ പഠനങ്ങൾക്കായി കൊണ്ടുപോവുകയും ചെയ്തു. ഈ വിചിത്രമായ നട്ടെല്ലുകൾ ആദ്യം പരിശോധിച്ചപ്പോൾ ചില ഗവേഷകർ കരുതിയത് ഇത് ഏതെങ്കിലും വലിയ മുതലയുടേതാകാമെന്നാണ്. സെറജോണിലെ ഫോസിൽ പാടങ്ങളിൽ നിന്ന് ഇതിനകം തന്നെ മുതലകളുടെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ അസ്ഥികളുടെ ആകൃതിയിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. മുതലകളുടെ കശേരുകൾക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു ഘടനയുണ്ട്. എന്നാൽ ഈ ഫോസിലുകൾക്ക് വളരെ വലുതാണെങ്കിലും തികച്ചും വ്യത്യസ്തമായ രൂപമായിരുന്നു. ഫ്ലോറിഡ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ വെർട്ടബ്രേറ്റ് പാലിയന്റോളജിസ്റ്റായ ജൊനാഥൻ ബ്ലോക്കും അദ്ദേഹത്തിൻ്റെ കൊളംബിയൻ സഹപ്രവർത്തകനായ കാർലോസ് ജറാമില്ലോയുമാണ് ഈ അസ്ഥികൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് കണ്ടെത്താൻ തുടങ്ങിയത്. ബ്ലോക്ക് ഈ ഫോസിലുകൾ പാമ്പ് വിദഗ്ധനായ ജേസൺ ഹെഡിനെ കാണിച്ചപ്പോൾ നിഗമനം പാമ്പുകളിലേക്ക് മാറി. ഈ നട്ടെല്ലുകളുടെ ആകൃതി ബോവ കൺസ്ട്രിക്ടർ വർഗത്തിൽപ്പെട്ട ഒരു പാമ്പിൻ്റേതാണെന്ന് ഹെഡ് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് ഞെട്ടിക്കുന്നതായിരുന്നു. അസ്ഥികൾ ഒരു പാമ്പിൻ്റേത് പോലെ തന്നെയായിരുന്നു. പക്ഷേ അവയ്ക്ക് അത്ര വലിയ വലിപ്പമുണ്ടായിരുന്നത് കൊണ്ട് ശാസ്ത്രലോകം ഇതുവരെ സങ്കല്പിച്ചിട്ട് പോലുമില്ലാത്ത ഒരു ജീവിയായിരിക്കും ഇതെന്നായി നിഗമനം. ഇതുവരെ കണ്ടെത്തിയ ഏത് പാമ്പിനേക്കാളും വലിയ ഒന്ന്. അങ്ങനെ ആ ടീം പുതിയ ലക്ഷ്യത്തോടെ സെറജോണിലേക്ക് വീണ്ടും പോവുകയും പല സീസണുകളിലായി ഡസൻ കണക്കിന് കശേരുക്കളും വാരിയെല്ലിൻ്റെ കഷ്ണങ്ങളും കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ആധുനിക കാലത്ത് സമാനതകളില്ലാത്ത ഒരു ജീവിയുടെ ചിത്രം അവർക്ക് വ്യക്തമായി കിട്ടി. അതായിരുന്നു ടൈറ്റനോബോവ എന്ന പാമ്പുകളിലെ രാജാക്കന്മാർ. അങ്ങനെ ടൈറ്റനോബോവ സെറജോനനൻസിസ് എന്ന് പേരിട്ട ഈ ജീവിയെക്കുറിച്ചുള്ള ഔദ്യോഗിക ശാസ്ത്രീയ വിവരങ്ങൾ 2009 ഫെബ്രുവരിയിൽ നേച്ചർ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചു. ടൈറ്റാനിക് ബോവ എന്നാണ് ടൈറ്റനോബോവയുടെ അർത്ഥം. അത് കണ്ടെത്തിയ ഖനിയുടെ ബഹുമാനാർത്ഥമാണ് സ്പീഷീസ് നാമമായി സെറജോനനൻസിസ് എന്ന് നൽകിയത്. ഇത് പുറത്തു വന്നതോടെ ലോകം മുഴുവൻ അത്ഭുതപ്പെടുകയായിരുന്നു. ഒരു പാമ്പ് ഇത്ര വലുതാകുന്നത് എങ്ങനെയാണ്? അത് എന്താണ് കഴിച്ചിരുന്നത്? അത് എങ്ങനെയാണ് സഞ്ചരിച്ചിരുന്നത്? ഇങ്ങനെയൊരു ജീവി എങ്ങനെയുണ്ടായി? ഇതൊക്കെയായിരുന്നു ലോകത്തിൻ്റെ ചോദ്യങ്ങൾ. സത്യത്തിൽ സെറജോണിൽ നിന്ന് ലഭിച്ച ഫോസിലുകൾ വെച്ച് നോക്കിയാൽ ടൈറ്റനോബോവയ്ക്ക് ഏകദേശം 13 മീറ്റർ, അതായത് 42 മുതൽ 43 അടി വരെ നീളം ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ. ചില ഗവേഷകർ പറയുന്നത് ഇത് 14 മീറ്ററോളം വരുമെന്നാണ്. ഇത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം നോക്കാം. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ പാമ്പായ അനാക്കൊണ്ടകൾ സാധാരണയായി 5 മുതൽ 6 മീറ്റർ വരെയാണ് വളരുന്നത്. ഏറ്റവും നീളമുള്ള പൈത്തണുകൾക്കും ഇത്രയൊക്കെ നീളമേ കാണാറുള്ളൂ, പക്ഷേ ഭാരം കുറവായിരിക്കും. കൂടാതെ ടൈറ്റനോബോവയ്ക്ക് ഏകദേശം 1135 കിലോഗ്രാം, അതായത് ഏകദേശം 2500ഓളം പൗണ്ട് ഭാരമുണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കി. അതായത് 1 മെട്രിക് ടണ്ണിലധികം ഭാരം. സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈറ്റനോബോവയുടെ അതേ വലിപ്പത്തിലുള്ള ഒരു മോഡൽ പ്രദർശനത്തിന് വെക്കുകയുണ്ടായി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യമായിരിക്കും, ഇവയ്ക്ക് എങ്ങനെയാണ് ഇത്രയധികം വലിപ്പം ലഭിച്ചത് എന്നുള്ളത്. സത്യത്തിൽ ടൈറ്റനോബോവയുടെ കണ്ടെത്തൽ പ്രധാനമാകുന്നത് അത് അക്കാലത്തെ കാലാവസ്ഥയെക്കുറിച്ച് നൽകുന്ന വിവരങ്ങൾ കൊണ്ടുകൂടിയാണ്. പാമ്പുകൾ എക്സ്റ്റോതെർമുകളാണ്, അതായത് സസ്തനികളെപ്പോലെയോ പക്ഷികളെപ്പോലെയോ സ്വന്തം ശരീരത്തിൽ ചൂട് ഉൽപ്പാദിപ്പിക്കാൻ അവയ്ക്ക് കഴിയില്ല. അന്തരീക്ഷത്തിലെ ചൂടിനെയാണ് അവർ ആശ്രയിക്കുന്നത്. ഇതിന് ഒരു പാമ്പിൻ്റെ വലിപ്പവുമായി നേരിട്ട് ബന്ധമുണ്ട്. ചൂടുള്ള അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള ജീവികൾ പെട്ടെന്ന് ആഹാരം ദഹിപ്പിക്കാനും വേഗത്തിൽ വളരാനും സാധിക്കും. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഈ പ്രക്രിയ പതുക്കെയാവുകയും
വലിപ്പം കുറയുകയും ചെയ്യുന്നു. ജേസൺ ഹെഡും സംഘവും ഈ ജൈവപരമായ ബന്ധം ഉപയോഗിച്ച് ടൈറ്റനോബോവ ജീവിച്ചിരുന്ന കാലത്തെ തെക്കേ അമേരിക്കയിലെ താപനില എത്രയായിരിക്കുമെന്ന് കണക്കാക്കി. അന്നത്തെ ശരാശരി താപനില 30 മുതൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കാമെന്നാണ് അവർ കണ്ടെത്തിയത്. ഇത് ഇന്നത്തെ ആമസോൺ കാടുകളിലെ താപനിലയേക്കാൾ വളരെ കൂടുതലാണ്. പുരാതന കാലത്തെ ട്രോപ്പിക്കൽ ചൂട് ഇന്നത്തേതിന് സമാനമായിരിക്കുമെന്ന് കരുതിയിരുന്ന ശാസ്ത്രജ്ഞർക്ക് ഇത് വലിയൊരു അറിവായിരുന്നു. ടൈറ്റനോബോവ ജീവിച്ചിരുന്ന ലോകം ഇന്നത്തെ ആമസോണിൻ്റെ ഒരു ചൂടുള്ള പതിപ്പ് മാത്രമായിരുന്നില്ല. അതൊരു വ്യത്യസ്തമായ ലോകമായിരുന്നു. വലിയ താഴ്ന്ന ചതുപ്പ് നിലങ്ങളും നദികളും കായലുകളും നിറഞ്ഞതായിരുന്നു അന്നത്തെ തെക്കേ അമേരിക്കയിലെ ട്രോപ്പിക്കൽ മേഖല. അന്തരീക്ഷത്തിൽ ഈർപ്പം അഥവാ മോയ്സ്ചർ കൂടുതലായിരുന്നു. കൂടാതെ ഉയർന്ന അളവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ചൂടും കാരണം സസ്യങ്ങൾ വളരെ തഴച്ചു വളർന്നിരുന്നു. അന്ന് ഈ ഇക്കോസിസ്റ്റത്തിൽ വലിയ സസ്തനികൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവ പരിണാമത്തിൻ്റെ തുടക്കത്തിലായിരുന്നു. ആ ലോകത്തെ അടക്കി ഭരിച്ചിരുന്നത് ഉരഗങ്ങളായിരുന്നു. ഭീമൻ മുതലകളും ആമകളും പിന്നെ എല്ലാറ്റിനും മുകളിൽ ടൈറ്റനോബോവയും. ആ ലോകത്തിലെ നിയമങ്ങൾ ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അമിതമായ ചൂട് ജീവികളെ, പ്രത്യേകിച്ച് ഉരഗങ്ങളെ, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലിപ്പത്തിലേക്ക് എത്തിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ടൈറ്റനോബോവയുടെ വലിപ്പമുള്ള ഒരു പാമ്പിന് ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അത് വെറും താമസ സ്ഥലത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമല്ല, മറിച്ച് ചില ജൈവപരമായ കാരണങ്ങൾ കൊണ്ടാണ്. ഇന്നത്തെ ഏറ്റവും ചൂടുള്ള കാടുകളിൽ പോലും ടൈറ്റനോബോവയെ പോലെ ഇത്രയും ഭാരമുള്ള ഒരു പാമ്പിൻ്റെ മെറ്റബോളിസം നിലനിർത്താൻ ആവശ്യമായ ചൂടില്ല. ഇന്നത്തെ കാലാവസ്ഥയിൽ അത്രയും വലിയൊരു ജീവിക്ക് ഭക്ഷണം ദഹിപ്പിക്കാനോ വേഗത്തിൽ നീങ്ങാനോ ആവശ്യമായ ഊർജം ലഭിക്കില്ല. മറ്റൊരു കാര്യം ഇരയുടെ ലഭ്യതയാണ്. ടൈറ്റനോബോവ ജീവിച്ചിരുന്ന കാലത്ത് അതിന് കഴിക്കാൻ പാകത്തിന് വലിയ ആമകളും മുതലകളും ധാരാളം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഇക്കോസിസ്റ്റങ്ങളിൽ ഇത്രയും വലിയ പാമ്പിന് ആവശ്യമായ കലോറി നൽകുന്ന വലിയ ജീവികൾ അത്രയധികമില്ല. ലോകം കാലാവസ്ഥാപരമായും പാരിസ്ഥിതികമായും ഒരുപാട് മാറിപ്പോയി. കൂടാതെ ടൈറ്റനോബോവ മിക്കവാറും വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയായിരുന്നിരിക്കണം. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അത് ജീവിച്ചിരുന്ന സ്ഥലം നദികളും ചതുപ്പുകളും നിറഞ്ഞതായിരുന്നു. രണ്ട്, അത്രയും വലിയ ഭാരമുള്ള ഒരു ജീവിക്ക് കരയിലൂടെ സഞ്ചരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ വെള്ളത്തിൽ അതിൻ്റെ ഭാരം ഒരു പ്രശ്നമേയല്ല. മൂന്ന്, അത് കഴിച്ചിരുന്ന മത്സ്യങ്ങളും ആമകളും മുതലകളും വെള്ളവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. ആധുനിക അനാക്കൊണ്ടകളെപ്പോലെ ടൈറ്റനോബോവയും അതിൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും വെള്ളത്തിനടിയിലോ ഭാഗികമായി വെള്ളത്തിലോ ആയിരുന്നിരിക്കണം ചെലവഴിച്ചിരുന്നത്. വെള്ളത്തിനടിയിൽ അനങ്ങാതെ കിടന്ന് ഇരയെ കാത്തിരിക്കുകയായിരുന്നു അതിൻ്റെ രീതി. ചൂടുവെള്ളം അതിൻ്റെ ശരീരത്തിൻ്റെ താപനില നിർത്താൻ സഹായിച്ചിട്ടുണ്ടാകണം. ടൈറ്റനോബോവ ഇരയെ ഓടിച്ചിട്ട് പിടിക്കുന്നതിനേക്കാൾ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന രീതിയായിരിക്കണം പിന്തുടർന്നിരുന്നത്. അത്രയും വലിയ ശരീരം വെച്ച് വേഗത്തിൽ സഞ്ചരിക്കുക എന്നത് സാധ്യമല്ല. പകരം അത് ഒളിച്ചിരുന്ന് ക്ഷമയോടെ കാത്തിരിക്കും. കലങ്ങിയ വെള്ളത്തിലും ചെടികൾക്കിടയിലും 13 മീറ്റർ നീളമുള്ള ഈ പാമ്പിനെ കണ്ടെത്തുക എന്നത് ഇരകൾക്ക് പ്രയാസമായിരുന്നു. ഇര അടുത്തു വരുമ്പോൾ അത് മിന്നൽ വേഗത്തിൽ ആക്രമിച്ച് ഇരയെ കീഴടക്കും. ഇന്നത്തെ വലിയ പാമ്പുകൾ പോലും അവയുടെ ഭാരം വകവെക്കാതെ അതിവേഗത്തിൽ ആക്രമിക്കാറുണ്ട്. ടൈറ്റനോബോവയും അങ്ങനെ തന്നെയായിരിക്കണം. പിന്നിലേക്ക് വളഞ്ഞ പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കൊരുത്തിട്ട ശേഷം അത് ശരീരം ഉപയോഗിച്ച് മുറുക്കി കൊല്ലും. ടൈറ്റനോബോവയ്ക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഇരയെ വരിഞ്ഞു മുറുക്കുന്ന ശക്തി ഇന്നത്തെ ഏതൊരു പാമ്പിനേക്കാളും മുകളിലായിരിക്കും. കട്ടിയുള്ള തൊലിയുള്ള മുതലകൾ പോലും ടൈറ്റനോബോവയുടെ മുറുക്കത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കില്ല. ടൈറ്റനോബോവയുടെ വലിപ്പം ആ ഇക്കോസിസ്റ്റത്തിലെ മിക്ക ജീവികളെയും അതിൻ്റെ ഇരകളാക്കി മാറ്റിയിട്ടുണ്ടാകണം. ടൈറ്റനോബോവ എന്താണ് കഴിച്ചിരുന്നത് എന്നതിനും കൃത്യമായ സൂചന നൽകുന്നുണ്ട്. വലിയ ശ്വാസകോശ മത്സ്യങ്ങൾ അതിൻ്റെ പ്രധാന ആഹാരമായിരുന്നിരിക്കണം. മത്സ്യങ്ങൾ പിടിക്കാൻ എളുപ്പമുള്ളതും ധാരാളം ഊർജം നൽകുന്നതുമായ ഭക്ഷണമാണ്. മറ്റൊരു പ്രധാന ആഹാരം ആമകളായിരുന്നു. 1.7 മീറ്ററോളം വലിപ്പമുള്ള കാർബോണമിസ് എന്ന ഭീമൻ ആമകൾ അവിടെ ഉണ്ടായിരുന്നു. ടൈറ്റനോബോവയുടെ ശക്തമായ താടിയെല്ലുകൾ ആമയുടെ തോടിനെ തകർക്കാൻ ശേഷിയുള്ളതായിരുന്നു. കൂടാതെ മുതലകളെയും അത് വേട്ടയാടിയിരുന്നു. ഇന്നത്തെ കാലത്തും അനാക്കൊണ്ടകൾ കെയ്മാൻ മുതലകളെ പിടിക്കാറുണ്ട്. ടൈറ്റനോബോവയ്ക്കും അന്നത്തെ മുതലകൾ ഒരു പ്രശ്നമേ ആയിരുന്നിരിക്കില്ല. എങ്കിലും ഭൂമിയിലെ കാലാവസ്ഥ മാറിയതോടെ ടൈറ്റനോബോവയുടെ ഭരണവും അവസാനിക്കുകയായിരുന്നു. പാലിയോസിൻ കാലഘട്ടത്തിലെ അമിതമായ ചൂട് എന്നേക്കും നിലനിന്നില്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമി തണുക്കാൻ തുടങ്ങി. അന്തരീക്ഷത്തിലെ മാറ്റങ്ങളും കടലൊഴുക്കുകളും കാരണം ചൂട് കുറഞ്ഞു. ഏകദേശം 3.4 കോടി വർഷങ്ങൾ മുൻപായപ്പോഴേക്കും ലോകം ഒരുപാട് തണുത്തു. അതോടെ ടൈറ്റനോബോവയ്ക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഇല്ലാതായി. പരിസ്ഥിതിയിലെ ചൂടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിക്ക് ഈ തണുപ്പ് വലിയൊരു തിരിച്ചടിയായിരുന്നു.
താപനില കുറഞ്ഞതോടെ പാമ്പുകളുടെ വലിപ്പം കുറഞ്ഞു വന്നു. ചെറിയ പാമ്പുകൾക്ക് ആ കാലാവസ്ഥയിൽ ജീവിക്കാൻ പറ്റി. പക്ഷേ ടൈറ്റനോബോവയ്ക്ക് അത് സാധിച്ചില്ല. ഇത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമല്ല, മറിച്ച് തലമുറകളിലൂടെ വലിപ്പം കുറഞ്ഞു വരികയോ അല്ലെങ്കിൽ ആ വംശം തന്നെ ഇല്ലാതാവുകയോ ചെയ്തതാകാം. കാലാവസ്ഥ തണുക്കുന്നതിനൊപ്പം തെക്കേ അമേരിക്കയിലെ ജീവജാലങ്ങളിലും മാറ്റങ്ങൾ വന്നിരുന്നു. പാലിയോസിൻ കാലത്ത് ചെറുതായിരുന്ന സസ്തനികൾ പതുക്കെ വളരാനും പല രൂപങ്ങളിലേക്ക് മാറാനും തുടങ്ങി. വലിയ സസ്തനികൾ വേട്ടക്കാരായും മറ്റും വന്നതോടെ ഉരഗങ്ങളുടെ ആധിപത്യം കുറഞ്ഞു. ഇത് സസ്തനികൾ ടൈറ്റനോബോവയെ തോൽപ്പിച്ചു എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് കാലാവസ്ഥാ വ്യതിയാനവും പുതിയ ജീവികളുടെ വരവും ടൈറ്റനോബോവയ്ക്ക് അനുകൂലമായിരുന്ന സാഹചര്യങ്ങളെ ഇല്ലാതാക്കി എന്നതാണ്. ടൈറ്റനോബോവയുടെ ഇരകളും കുറഞ്ഞു വന്നു. അങ്ങനെ പഴയ ഇക്കോസിസ്റ്റം മാറുകയും ടൈറ്റനോബോവയ്ക്ക് ആ പുതിയ ലോകത്ത് സ്ഥാനമില്ലാതാവുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഈ ഭീമൻ പാമ്പുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ പാമ്പുകൾ ഇപ്പോഴും ആമസോൺ പോലെയുള്ള വലിയ മഴക്കാടുകളിൽ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.